ബ്രോ, ഞാൻ ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചിരുന്നു. അതെടുത്തിട്ട് ഒരു വർഷം പോലും ആയില്ല. അതിനുള്ളിൽ സ്മാർട്ട് ഫോൺ ഹാങ് ആവുന്നു, ലാഗ് ആവുന്നു, സ്റ്റട്ടർ ആവുന്നു, സ്ലോ ആവുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണാണ് മേടിച്ചത്. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു. സത്യത്തിൽ ഇതിൻ്റെ പുറകിൽ എന്താണ് പ്രശ്നം? എന്തൊക്കെയാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ലാഗ് അടുപ്പിക്കാനുള്ള കാരണങ്ങൾ? 10 കാരണങ്ങൾ. അതാണ് ഈ ഒരു വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരൊറ്റ ചോദ്യം. നിങ്ങളൊരു ആപ്പിളിൻ്റെ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡൽ എടുക്കുക, ഐഫോൺ 13 Pro Maxോ അല്ലെങ്കിൽ സാംസങ് S22 Ultrയോ. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഹാർഡ്വെയറിന് മാത്രം വരുന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്ക്കുക. എത്രയാണ് എന്നുള്ളത് വിശദമായിട്ട് വീഡിയോയുടെ അവസാനം പറയാം. ഹാർഡ്വെയർ എന്ന് പറയുന്നത് പല ആൾക്കാരും വിചാരിക്കും ഒരു ഫിസിക്കൽ കോമ്പോണൻ്റ് അല്ലേ, അതിനൊക്കെ എന്ത് കേടുവരാനാണ്. സോ നമ്മൾക്ക് ആ ഒരു വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഹാർഡ്വെയർ മേടിച്ച് വെക്കുവാണെങ്കിൽ പിന്നെ നമ്മൾക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരില്ല എന്ന്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ട്രാൻസിസ്റ്ററുകൾ വെച്ചിട്ടാണ്. ആൻഡ് ഏതൊരു സ്മാർട്ട് ഫോണും ആയിക്കോട്ടെ, അതിൻ്റെ പ്രോസസ്സർ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചറിൽ മാത്രമേ ആ ഒരു സ്മാർട്ട് ഫോൺ പ്രോസസ്സറിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 1 പ്രോസസ്സർ തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റിംഗ് വളരെയധികം കൂടുതലുള്ള ഡിവൈസുകളിൽ 8 Gen 1 പ്രോസസ്സറുകൾ ത്രോട്ടിൽ ചെയ്യും. അതായത് അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ വളരെ നല്ല രീതിയിൽ കൂളിംഗ് കൊടുക്കുന്ന ഫോണുകളിൽ 8 Gen 1 വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഫോണിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 888 പ്രോസസ്സറാണുള്ളത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു പ്രോസസ്സറിന് തക്ക ഹാർഡ്വെയറും കൂടെ നിങ്ങളുടെ ഫോണിലുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഏതൊരു ഹാർഡ്വെയറും കാലക്രമേണ ഡീഗ്രേഡ് ആയി പോകാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ബഹിരാകാശത്ത് നിന്നും വരുന്ന ഒരു സാധനമാണ്. അതെന്താണ് എന്നുള്ളത് വീഡിയോയ്ക്ക് അവസാനം പറയാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹീറ്റ് അഥവാ ടെമ്പറേച്ചറാണ്. സോ നിങ്ങൾ പ്രൊലോങ്ഡ് ആയിട്ട് നിങ്ങളുടെ CPU-നെ സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ ഗെയിമുകൾ കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഹീറ്റിംഗ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസ്സറിലുള്ള പ്രോസസ്സറിൽ മാത്രമല്ല IC-കളിലുള്ള ബോർഡിലുള്ള ട്രാൻസിസ്റ്ററുകളെല്ലാം തന്നെ ഈ ചൂട് കാരണം കാലക്രമേണ പെർഫോമൻസ് ഡീഗ്രേഡായി വരും. ഇനി 9ാമത്തേത് ഫേംവെയർ അപ്ഡേറ്റ്സ്. പല ആൾക്കാരും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ സോഫ്റ്റ്വെയറിൽ തന്നെ 2 ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന യൂസർ ഇന്റർഫേസ് ഭാഗമുണ്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സർ നിങ്ങളുടെ ആ ഒരു OS-മായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫേംവെയർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. സോ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു ഫേംവെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇറക്കുന്നത്. എന്നാൽ ഇറങ്ങി ആൾക്കാരുടെ കയ്യിലെത്തി കഴിയുമ്പോഴാണ് പലതരം ബഗ്ഗുകളും പെർഫോമൻസ് ഇഷ്യൂസും കാണുന്നത്. ഈ കാണുന്ന ബഗ്ഗുകളും പെർഫോമൻസ് ഇഷ്യൂസും നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത് അതിനുശേഷം അതിന് വേണ്ടതായിട്ടുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഡിവൈസ് നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ആർക്കും കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നതിന് മുന്നേ എത്രത്തോളം കൃത്യമായിട്ടാണ് റിസർച്ച് നടത്തുന്നത്, ഈ ഒരു അപ്ഡേറ്റിൽ എത്രത്തോളം നല്ല രീതിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, എത്ര പ്രാവശ്യം ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓരോ കമ്പനിയുടെയും R&D ഡിപ്പാർട്ട്മെൻറ്റും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫഷ്യൻസിയും അതേപോലെ എത്ര ബീറ്റാ സ്റ്റേജുകളിലൂടെ പോകുന്നു എന്നുള്ളതൊക്കെ വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ എന്ന് പറയുന്നത് പോക്കോ X3 Pro എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റിന് ശേഷം അതിൻ്റെ മദർ ബോർഡ് അടിച്ചുപോയി, ക്യാമറ അടിച്ചുപോയി, കുറേയധികം പ്രശ്നങ്ങൾ പോക്കോ ഫോണുകൾക്ക് പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണവും ഫേംവെയർ അപ്ഡേറ്റ് വന്ന സമയത്ത് ആ ഫേംവെയർ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ R&D ടീമിൽ, ശരിയാണ് വില കുറഞ്ഞ ഫോണാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് അത്ര പൈസ R&D കൊടുക്കാൻ പറ്റില്ല, എന്നാൽ അതിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് ആയിരുന്നു ആ ഒരു സ്മാർട്ട് ഫോൺ അടിച്ചു പോകുന്ന രീതിയിലായത്. ഫൈനലി നഷ്ടം വന്നത് നമ്മൾ യൂസേഴ്സിനാണ്. ഇനി 8ാമത്, പല ആൾക്കാരും 8 GB RAM, 128 GB ഇന്റേണൽ മെമ്മറി, 50 MP ക്യാമറ എന്നിങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ കാര്യങ്ങളെല്ലാം തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് മദർ ബോർഡ്. ഈ ഒരു മദർ ബോർഡും അതിൽ വെച്ചിരിക്കുന്ന മറ്റ് കോമ്പോണൻറ്റുകളുടെ എല്ലാം എത്രയാണ് ക്വാളിറ്റി എന്നുള്ളത് ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ പെർഫോമൻസ്. ചില സ്മാർട്ട് ഫോണിൽ കണക്ഷൻസ് ഗോൾഡ് വയർ ഉപയോഗിച്ചിട്ടുള്ള മദർ ബോർഡ് ആയിരിക്കും, ചിലതിൽ കോപ്പർ വയർ ആയിരിക്കും. ഗോൾഡ് വയർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കണ്ടക്ട് ചെയ്യും എന്നുള്ളതുകൊണ്ടും ആ ഒരു ഗോൾഡ് വയറിൽ വരുന്ന ആ ഒരു മദർ ബോർഡിൻ്റെ പെർഫോമൻസ് ലേശം കൂടുതലായിരിക്കും. എന്നാൽ ചില കമ്പനികൾ ഫോൺ വില കുറച്ചിറക്കണം എന്നുള്ളതിൽ ഈ ഒരു മദർ ബോർഡിലുള്ള ഇതേപോലത്തെ ചെറിയ ചെറിയ സോൾഡറിങ്ങും ആ ഒരു മദർ ബോർഡിൻ്റെ തിക്നെസ്സും അതിൻ്റെ ക്വാളിറ്റിയിലുമൊക്കെ വല്ലാണ്ട് അങ്ങ് കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ ശരിക്കും വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അപാരമായിട്ടുള്ള സ്പെക്സ് കിട്ടും. എന്നാൽ അധികം നാൾ നിൽക്കുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മേടിക്കുമ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ടാവും, കാലക്രമേണ വല്ലാണ്ട് അങ്ങ് ഡീഗ്രേഡ് ആയി പോകും. പിന്നീട് നിങ്ങൾക്ക് തന്നെ തോന്നും, നമ്മൾ ഈ ഒരു പ്രൈസിന് ഈ ഒരു പെർഫോമൻസ് അല്ലല്ലോ കിട്ടേണ്ടത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. അതിൻ്റെ പ്രധാന കാരണവും
ഈ ഒരു മദർ ബോർഡും അതിലുള്ള കോമ്പോണൻസിൻ്റെ ക്വാളിറ്റിയുമാണ്. ഇനി ഏഴാമത്തേത് സിസ്റ്റം അപ്ഡേറ്റ് അഥവാ നിങ്ങളുടെ യൂസർ ഇൻ്റർഫേസും അതേപോലെ ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റുകൾ. ഈ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കൊടുക്കുന്നത് നമ്മുടെ ഫോണിലുള്ള സെക്യൂരിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും കുറേയധികം ബഗ് ഫിക്സ് ചെയ്യാനും ഒക്കെയാണ്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അപ്ഡേറ്റുകൾ വരും തോറും നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു ലോഡ് അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റിൻ്റെ സൈസ് ഇങ്ങനെ കൂടി വരും, കുറച്ചുകൂടെ ഹെവി ആവും, സോഫ്റ്റ്വെയർ ഫീച്ചർ റിച്ച് ആവും. അതുകൊണ്ട് തന്നെ കുറേയധികം കൂടുതൽ പ്രോസസ്സിംഗ് പവർ ആ ഒരു ഫോണിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ മേടിച്ച സമയത്ത് നല്ലതായിരുന്നു, പക്ഷേ ഒരു അപ്ഡേറ്റിന് ശേഷം സ്ലോ ആയി പോയി എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറ്റിയിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് ധൃതി കൂട്ടി അങ്ങ് ഇറക്കി കളഞ്ഞു, കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാതെ അങ്ങ് ഇറക്കി കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നല്ലൊരു അപ്ഡേറ്റ് കൊടുത്തില്ല എങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മെല്ലെ മെല്ലെ സ്ലോ ആയി പോകും. ഇനി ആറാമത്തേത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്. നിങ്ങൾ സ്മാർട്ട് ഫോൺ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് കുറേയധികം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ബ്ലോട്ട് വെയറുകൾ ഉണ്ടാവും. ഈ ബ്ലോട്ട് വെയറുകളെല്ലാം ചില സ്മാർട്ട് ഫോണിൽ നമ്മൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും. എന്നാൽ ചില സ്മാർട്ട് ഫോണിൽ ഈ കാര്യങ്ങളെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത രീതിയിൽ വെച്ചിട്ടുണ്ടാവും. സോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എത്രത്തോളം നമ്മുടെ ഫോണിൽ കൂടുന്നു അത്രയും കൂടുതൽ സ്പേസ് എടുക്കുന്നതായിരിക്കും. അത് മാത്രമല്ല അത് ഈ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത ആപ്ലിക്കേഷനുകൾ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടിരിക്കും. ചില സ്മാർട്ട് ഫോണിലൊക്കെ പുഷ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് വരും. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് വരും. ഇതൊക്കെ നടത്തുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത ബ്ലോട്ട് വെയറുകളെല്ലാം ബാക്കിൽ ഓടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മെല്ലെ മെല്ലെ പെർഫോമൻസ് ഡീഗ്രേഡ് ആവും. അതുപോലെ തന്നെ ഫോണിലുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന കുറേയധികം ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഫോണിലെ പെർഫോമൻസ് കുറയും. സോ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, ഒട്ടും ബ്ലോട്ട് വെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ കുറച്ച് കൂടുതൽ നാൾ ഈ ഒരു സോഫ്റ്റ്വെയർ ലാഗ് ഇല്ലാണ്ട് ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് കമ്പയർഡ് ടു ബ്ലോട്ട് വെയർസ് നിറഞ്ഞ OSകളും ബ്ലോട്ട് വെയർസ് നമുക്ക് കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ വരുന്നത് അപേക്ഷിച്ച്. പിന്നെ ഏഴാമത്തേത് സ്റ്റോറേജ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. സ്റ്റോറേജ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ മെമ്മറി എപ്പോഴും കുറേയധികം പ്രാവശ്യം ഇങ്ങനെ റീഡും റൈറ്റും ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴും റീഡ് ചെയ്യും, നമ്മൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്യുമ്പോൾ റൈറ്റ് ചെയ്യും. ഇങ്ങനെ റീഡ് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു എറർ വരുമ്പോൾ ആ ഒരു സ്റ്റോറേജ് സ്ഥലം ഒന്ന് കറപ്റ്റഡ് ആവും. അങ്ങനെ കറപ്റ്റഡ് ആവുന്ന സമയത്ത് അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളത് ഉപയോഗിക്കും. അങ്ങനെ തൊട്ടടുത്തുള്ള ഉപയോഗിച്ച് വരുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു ലാർജ് 1 GB ഫയലാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു 500 MB ഇവിടെ ആയിരിക്കും, 500 MB വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ റീഡ് ചെയ്യാൻ ട്രാവൽ ചെയ്യുന്ന സമയമൊക്കെ കൂടും. അതുകൊണ്ടും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ലോ ആവും. ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഫുൾ കംപ്ലീറ്റ്ലി ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണിലുള്ള സകല ഡേറ്റയും പോകും. സോ ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഇതുകൊണ്ടും കൂടെയാണ് ഫാക്ടറി റീസെറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നതും. ഇനി മൂന്നാമത്തത് പല ആൾക്കാരും കണ്ടുമടുത്തൊരു കാര്യമായിരിക്കും ഇൻസഫിഷ്യൻറ്റ് സ്റ്റോറേജ്. അതായത് നിങ്ങളുടെ ഫോണിൽ 64 GB ആണെങ്കിൽ 63.9 GB കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഫോണിൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ അവിടെ ഒരു ശ്വാസം എടുക്കാൻ സ്ഥലമില്ല. ശ്വാസം എടുത്ത്. സോ അങ്ങനെ നിങ്ങളുടെ സ്മാർട്ട് ഫോണെ ശ്വാസം മുട്ടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി കാലക്രമേണ സ്ലോ ആവും. സോ എപ്പോഴും കുറച്ച് ഫ്രീ സ്പേസ് വെക്കുക. ഏകദേശം ഒരു 2 to 3 GB എങ്കിലും ഫ്രീ സ്പേസ് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ആൻഡ് മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ക്ലാസ്സുള്ള മെമ്മറി കാർഡ് യൂസ് ചെയ്യുക. ചീപ്പായിട്ടുള്ള മെമ്മറി കാർഡ്സ് യൂസ് ചെയ്താലും വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ലോ ആവും. ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള മെമ്മറി കാർഡ് ഒന്ന് ഊരിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി രണ്ടാമത്തേത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ആവശ്യത്തിനുള്ള റാം ഇല്ല, അഥവാ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ റാം മാനേജ്മെൻറ്റ് വളരെ മോശമാണ്. സോ റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറിയാണ് നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴും അതിനെ റൺ ചെയ്യാനായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുമ്പോഴും അത് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കാനും അലൈവായിട്ടിരിക്കാനും കാരണവും റാമാണ്. സോ റാം തീരെ ഇല്ലാത്ത സ്മാർട്ട് ഫോണിൽ നമ്മൾ വളരെ ലാർജ് ഫയൽ സൈസ് ഉള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്ലോനെസ് ഉണ്ടാവും. അങ്ങനെ ഒരു 5-6 ആപ്ലിക്കേഷൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ടോട്ടലി അങ്ങ് സ്ലോ ആവും. സോ കുറച്ച് കൂടുതൽ റാം ഉള്ള ഫോണുകൾ എടുക്കുക. റാം പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ പല ഫോണുകളിൽ ഇപ്പോൾ റാം എക്സ്റ്റെൻഡഡ് റാം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ എക്സ്റ്റെൻഡഡ് റാമും അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രൈമറി ആയിട്ടുള്ള നിങ്ങളുടെ ഫോണിൻ്റെ റാം ഏറ്റവും കൂടുതൽ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാൻഡ് വിഡ്ത്ത് കിട്ടും ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ. ആൻഡ് ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പല ആൾക്കാരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ്, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയുടെ ക്വാളിറ്റി. അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ബാറ്ററി കറണ്ടും വോൾട്ടേജുമാണ് തരുന്നത്, അഥവാ പവറാണ് തരുന്നത്. സോ നിങ്ങളുടെ ബാറ്ററിയിൽ നിന്നും വരുന്ന പവർ
ഇതിലുള്ള ഇലക്ട്രോണിക് കോമ്പോണൻസിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പവർ അല്ല കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ അതിന് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. സോ പല കമ്പനികൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് പല ടെക്നോളജീസ് ഓഫ് ബാറ്ററി, ഇപ്പോൾ ലിത്തിയം അയോൺ ആണ് ബാറ്ററി എങ്കിലും ലിത്തിയം അയോണിൽ തന്നെ പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ലോ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, കുറേ ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. അതുകൊണ്ട് മെറ്റീരിയൽസിൽ കോംപ്രമൈസ് ഒക്കെ വരുത്തിയിട്ട് 5000 mAh ഉണ്ട് എന്ന് പറയുന്നു. ശരിയാണ്, 5000 mAhൻ്റെ കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷേ അതിന് തക്കതായിട്ടുള്ള പവർ ഔട്ട്പുട്ട് തരാൻ പറ്റില്ല എങ്കിൽ അതുപോലെ തന്നെ കാലക്രമേണ അതിനുള്ളിലുള്ള കെമിക്കൽസ് ഒക്കെ ഡീഗ്രേഡ് ആകുമ്പോൾ ആദ്യം കിട്ടിയിരുന്ന ആ ഒരു പവർ പിന്നീട് കിട്ടുകയില്ല. അത് കുറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാതെയാവും. സോ ബാറ്ററി റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. റീപ്ലേസ് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടണമെന്നില്ല. ഇനി ഫൈനലി ഞാൻ വീഡിയോയുടെ ആദ്യം ചോദിച്ച ഒരു ചോദ്യം, അതായത് ഐഫോൺ അല്ലെങ്കിൽ S22 Ultra ഇങ്ങനത്തെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളുടെ ഹാർഡ്വെയറിന് എത്ര രൂപയാണ് വരുന്നതെന്ന്. iPhone 13 Pro Max തന്നെ എടുക്കും. 13 Pro Maxൻ്റെ ഹാർഡ്വെയറിൻ്റെ പ്രൈസാണ് എൻ്റെ കയ്യിലുള്ളത്. സ്ക്രീനിന് $60, ഏകദേശം 4500 രൂപ. ബാറ്ററിക്ക് $10 അല്ലെങ്കിൽ ഒരു 750 രൂപ. ക്യാമറയ്ക്ക് $70 ക്യാമറ മൊഡ്യൂളിന്, ഏകദേശം 5000 രൂപ. പ്രോസസ്സർ, മെമ്മറി, മോഡം ഇതിനൊക്കെ ഏകദേശം ഒരു 11000 രൂപ. പിന്നെ സെൻസറും മെറ്റീരിയലും അസംബ്ലി ഇതിനെല്ലാം ഏകദേശം 14000 രൂപ. സോ മൊത്തം ഹാർഡ്വെയറിന് മാത്രം വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 35,000 രൂപ മാത്രമാണ്. ഏത് 1,20,000 രൂപയുടെ ഫോണിൻ്റെ ഹാർഡ്വെയറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 35,000 രൂപ മാത്രമാണ്. സോ ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് ആൾക്കാരെ മുടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ പോക്കറ്റിൽ കൈയിട്ട് വാരുന്ന ഒരു സ്മാർട്ട് ഫോൺ അല്ല ഇത്. ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ അല്ല ഐഫോൺ. എന്നാൽ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് പല ആൾക്കാരും വിസിബിളി കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് വാല്യൂ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഹാർഡ്വെയർ നല്ലതാണോ, പ്രോസസ്സർ നല്ലതാണോ, ആ ഒരു പ്രോസസ്സറും ഹാർഡ്വെയറിനും ഇതേപോലെ 35,000 രൂപ ഇട്ടിട്ട് സ്മാർട്ട് ഫോൺ 40,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപയ്ക്ക് വരുവാണെങ്കിൽ അത് വാല്യൂ ഫോർ മണി ഫോൺ എന്നൊരു ചിന്തയാണ് ആൾക്കാരുടെ മൈൻഡിലുള്ളത്. എന്നാൽ നിങ്ങൾ അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ സ്മാർട്ട് ഫോണിനും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഹാർഡ്വെയർ, ഒന്ന് സോഫ്റ്റ്വെയർ. ഈ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. ഈ ഇൻ്റർ കണക്ഷൻ പ്രോപ്പർ ആയില്ല എങ്കിൽ നിങ്ങളുടെ ഫോൺ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യില്ല. ഈ ഇൻ്റർ കണക്ഷൻ പ്രോപ്പർ ആക്കാനും അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള അപ്ഡേറ്റ്സുകൾ കൊടുക്കണം, എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് വരുന്നത്, ഓരോ കോമ്പോണൻസിൻ്റെയും ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചാലാണ് മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്നത്, ഇതെല്ലാം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വഴി അഥവാ R&D വഴിയാണ് പല കമ്പനികളും ചെയ്യുന്നത്. സോ R&D ടീം എത്രത്തോളം സ്ട്രോങ് ആണോ അത്രയും നാൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിൽക്കും, അത്രയും നന്നായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ പെർഫോം ചെയ്യും. എന്നാൽ അതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും. ആൻഡ് ഈ കാശ് എന്ന് പറയുന്നത് വിസിബിളി നമ്മൾ കാണില്ല. നമ്മൾ കാശ് കൊടുക്കുമ്പോൾ നമുക്ക് എവിടെ ഒരു ചെറിയ സോഫ്റ്റ്വെയർ അല്ലേ കിട്ടുന്നത്. പല ആൾക്കാരും ഞാൻ പറയാം, ഇപ്പോൾ ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ട്, 5000 രൂപയുടെ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് ക്രാക്ക് മേടിച്ച് കഴിഞ്ഞാൽ 5000 രൂപ ഞാൻ എന്തിനു മേടിക്കണം, ക്രാക്ക് ഇട്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ വില അവിടെ മനസ്സിലാക്കുന്നില്ല. എന്തിനാണ് ആ ഒരു 5000 രൂപ മേടിക്കുന്നത്, അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്ര കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നു എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിന് ചാർജ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ പറയുന്നത് ഒരു സർവീസ് ഫീ അല്ലെങ്കിൽ ഒരു R&D ഫീ എന്നാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഏകദേശം ഈ ഒരു 1 ലക്ഷം രൂപ. 1 ലക്ഷം ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 85,000 രൂപയ്ക്ക് വരുള്ളൂ. പിന്നെ ഇന്ത്യയിൽ വരുമ്പോൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് 1 ലക്ഷം രൂപ വരുന്നത്. സോ ടാക്സ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 85,000 രൂപ. ആ ഒരു 40,000 റുപ്പീസിൻ്റെ ഗ്യാപ്പ് വരുന്നത് യൂസർ എക്സ്പീരിയൻസിന് മാത്രമാണ്. ആൻഡ് പല ആൾക്കാരും യൂസർ എക്സ്പീരിയൻസിന് വേണ്ടി കാശ് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണ് വളരെ വില കുറഞ്ഞ നല്ല ഹാർഡ്വെയർ ഉള്ള സ്മാർട്ട് ഫോണിൽ എടുത്തിട്ട് പിന്നീട് യൂസർ എക്സ്പീരിയൻസിൻ്റെ ഭാഗം മോശമാകുമ്പോൾ ഫോൺ അടിച്ചുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്നതും. ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ബഹിരാകാശത്ത് എന്നും ഒരു കാര്യം വന്ന് നിങ്ങളുടെ ഫോണിൽ അടിക്കുമ്പോഴാണ് നിങ്ങളുടെ ഫോൺ പലപ്പോഴും കേടായൊക്കെ പോകാറെന്ന്. അത് കോസ്മിക് റേസ് ആണ്. സോ കോസ്മിക് റേസ് നിങ്ങളുടെ CPU വന്നടിക്കുമ്പോൾ നമ്മുടെ CPU എന്ന് പറഞ്ഞാൽ ബൈനറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റേഴ്സ് ആണ് 1 and 0ലാണ്. സോ ഇത് കോസ്മിക് റേ വന്നടിക്കുമ്പോൾ ചാർജ് കയറിക്കഴിഞ്ഞാൽ 1ഉം ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ 0മാണ്. സോ ഡിസ്ചാർജ് ആയിരിക്കുന്നതിൽ ഈ റേ വന്നടിക്കുമ്പോൾ ചാർജ് ആവുകയും 0 1 ആവുകയും ചെയ്യുമ്പോഴൊക്കെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്രാഷ് ആവുന്നത്, സ്മാർട്ട് ഫോൺ കേടായി പോകുന്നത്, സ്മാർട്ട് ഫോൺ പെട്ടെന്ന് ഹാങ് ആവുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഇത് ഞാൻ ബെഡായി അടിക്കുവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെരിറ്റാസിയം എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സയൻസ് ചാനലുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.